ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് ഹാൻഡ് എംബ്രോയിഡറി ലെസൺ 14 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് മാംഗോ ബീഡ് ഡിസൈൻ ആണ്. അപ്പോൾ അത് നമ്മൾ നെക്കിന് ചുറ്റും ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഫസ്റ്റ് നമുക്ക് നെക്കിന്റെ ഒരു മോഡൽ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഡിസൈൻ ആണോ അത് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഇപ്പം യു ഷേപ്പിലാണെങ്കിലും ബോട്ട് ഷേപ്പിലാണെങ്കിലും ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വരച്ചെടുക്കാം. നെക്കിന്റെ കറക്റ്റ് അളവിന് നമുക്കിത് വരച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് നമ്മളിങ്ങനെ ഓരോ ഡിസൈനായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിന് വരച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതേ ഷേപ്പ് തന്നെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഷേപ്പ് നമുക്ക് തിരിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരേപോലെ തന്നെ വരണം. ഇത് നമ്മൾ അകന്നു പോകരുത്, ഡിഫറൻസ് വരാൻ പാടില്ല നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈനിന്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇഞ്ചി ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് അളവിൽ, ഇപ്പം 1 ഇഞ്ചാണെങ്കിൽ കറക്റ്റ് 1 ഇഞ്ചിന്റെ ഡിഫറൻസിൽ വേണം ഇത് വരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഇവിടെ ഇച്ചിരി ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ അകന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ഡിഫറൻസ് വരാൻ പാടില്ല. ഇതിപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ ഡിസൈൻ്റെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ വലിയ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹെവി വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഹെവി വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ വീണ്ടും ഡിസൈൻസ് വരുമ്പോൾ നമുക്ക് ഡിസൈനിന്റെ പുറത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ അയഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനായിട്ട് ഇതിന്റെ വലിയ റിങ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു ഡിസൈന് ഏകദേശം ഇത്രത്തോളം വട്ടം വരുന്ന ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. അതല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ഇത്രയും വലിപ്പമുള്ള സൈസിൽ നിങ്ങൾക്ക് കിട്ടും ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ പൂക്കൾ വെച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനത്തേത് നമുക്ക് വാങ്ങാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ബെഡ് പോലത്തെ മോഡലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണ് ഹെവി വർക്ക് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. അപ്പം നമുക്കത് വാങ്ങുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നവരാണ് അതുപോലത്തെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ വർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെവി വർക്ക്സ് ഒന്നും നമുക്ക് എംബ്രോയിഡറിയുടെ ഈ ഒരു റിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറ്റുന്നത് ഈ റിങ്ങിന്റെ വലിയ ടൈപ്പിൽ നിങ്ങൾ വാങ്ങുക എന്നതാണ്. റിങ്ങിന്റെ തന്നെ പല ടൈപ്പ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് വിലയൊന്നും ആവില്ല. ഇതിന് ഏകദേശം 30 റുപ്പീസ്. വലിയ ഇതിനൊക്കെ ഇതിന്റെ കുറച്ചുകൂടെ വലിയ സൈസിനൊക്കെ വില കുറവാണ്. പിന്നെ ഏറ്റവും വലിയ റിങ്ങിന് മാത്രമേ വില കൂടുതലായിട്ട് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. ഒരെണ്ണമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മൾ വലിയ ബീഡ്സും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബീഡ്സും എടുത്തിട്ടുണ്ട്. വലിയ ബീഡ്സും ഏകദേശം 20 റുപ്പീസ് ഒക്കെ ആവത്തുള്ളൂ. ചെറിയ ബീഡ്സിനും ഏകദേശം അത്രയൊക്കെ തന്നെ റേറ്റ് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് ആർട്ടിക്കിൾസ് കിട്ടുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതങ്ങനെ പെട്ടെന്ന് തന്നെ കളർ പോവില്ല. പിന്നെ ലൈറ്റ് വാഷ് ചെയ്താൽ മതി. ലൈറ്റ് വാഷ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു എന്താണ് ലൈറ്റ് വാഷ് എന്നുള്ളത്. ലൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അതറിയില്ല. നമ്മൾ അറിയാമല്ലോ, നമ്മുടെ കഷത്തിന്റെ അവിടെയും നെക്കിന്റെ അവിടെയും മാത്രം നമ്മൾ സോപ്പിട്ട് ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി. വേറെ ചെളികളൊന്നും നമ്മുടെ തുണിയിലില്ലെങ്കിൽ. കാരണം നമുക്ക് ആ ഭാഗത്ത് മാത്രമാണ് നന്നായിട്ട് വിയർപ്പ് വരുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകിയെടുക്കണമെന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് വൃത്തിയായിട്ട് ഒലച്ചെടുത്താൽ തന്നെ വേറെ സ്മെല്ലൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ട് നമുക്ക് മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് വാഷ് എന്ന് എപ്പോഴും പറയുന്നത്. പിന്നെ നമ്മൾ ഈ ബീഡ്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അതേൽ സോപ്പ് ഇടുകയും അതുപോലെ അയൺ ചെയ്യുമ്പോൾ ഈ ബീഡ്സിന്റെ പുറത്ത് കയറ്റി നിങ്ങൾ അയൺ ചെയ്യരുത്. ഇത് പെട്ടെന്ന് ബ്ലാക്ക് കളറായി പോകും. ഈ ഗോൾഡ് ഇതിന്റെ പുറത്തിങ്ങനെ വെച്ചിരിക്കുന്നില്ല, ഒറിജിനൽ ഗോൾഡ് അല്ലല്ലോ, സാധാരണ പെയിന്റ് അല്ല. അപ്പൊ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്ത് കയറ്റി അയൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കയറി ഇത് കറുത്ത പോലെ ആയി പോയി മുത്ത്. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത്. പിന്നെ ഇപ്പൊ നമുക്ക് തയ്ച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് വലിയ ബീഡ്സ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സാധാരണ നീഡിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മുത്തിനകത്തൂടെ കടക്കുന്ന ടൈപ്പ് നീഡിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തുണിക്ക് ചേരുന്ന തരത്തിൽ ത്രെഡ് നമുക്ക് എടുക്കാം. ഞാൻ ഇതുപോലെ ലാസ്റ്റ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നീഡില് താഴേന്ന് മുകളിലേക്ക് പൊക്കിയെടുക്കാം. ഓരോ മുത്ത് വെച്ചാണ് ഞാനിവിടെ കോർത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുത്ത് വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പം ഓരോ മുത്താവുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഒരു ബീഡ് ഇട്ടു. ഇപ്പം നമ്മൾ 2 ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് കാണിക്കാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഒരു മുത്തിനിരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് വിട്ട് നമുക്ക് മുമ്പോട്ട് മാറ്റി വേണം നീഡിൽ കുത്തിയെടുക്കാനായിട്ട്. അത് നീഡിൽ നമ്മൾ കുത്തിയെടുത്തിട്ട് മുത്തിട്ടതിന് ശേഷം നമ്മൾ തൊട്ട് ബാക്കിൽ, അതായത് ബാക്കിൽ ഇരിക്കുന്ന മുത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിത് കുത്തിയിറക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ മുത്തിട്ടിട്ട് തൊട്ട് ബാക്കിലിരിക്കുന്ന മുത്തിൻ്റെ അടുത്ത് നമ്മൾ കുത്തിയിറക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മുത്ത് വന്നിരിക്കുന്നതാണ്. കണ്ടോ? അടുത്തത് നമുക്ക് ഇതുപോലെ കുറച്ച് മുമ്പിലേക്ക് മാറ്റി കുത്തിയെടുക്കാം.
അതിനുശേഷം മുത്തിടുക, തൊട്ട് ബാക്കിലേക്ക് മാറ്റി കുത്തിയെടുക്കാം. കണ്ടോ, ബാക്കിലിരിക്കുന്ന ആ മുത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം കുത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫുള്ള് ലാസ്റ്റ് വരെയും ചെയ്തെടുക്കുന്നത്. അടുത്ത ഒരു തവണയും കൂടെ ഞാൻ പറയാം. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കുത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ കുത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു മുത്തിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷം മാത്രമേ ചെയ്തെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട്ലൈനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ മുത്ത് സൈഡിലേക്ക് നീങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് കൃത്യം നേരെ തന്നെ ആ വരച്ചതൂടെ തന്നെ ചെയ്യുക. വരച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. മുത്തിട്ട് കൊടുക്കാം, നേരെ ബാക്കിൽ കുത്തിയെടുക്കുക. ഏകദേശം നമ്മൾ ചെയ്യുന്നത് ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ മോഡലിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരെ ഓരോന്ന് തയ്ച്ച് മുമ്പോട്ടല്ല, ഒരെണ്ണം മുമ്പിൽ നിന്ന് കുത്തി ബാക്കിലേക്കാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ കുത്തിയെടുക്കാം. ഉണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് മേളി വരെ ചെയ്തെടുക്കാം. ഇവിടെ വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇവിടെ ഉള്ള ഒരെണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെ കുത്തിയെടുക്കാം. അതിനുശേഷം ഒരു മുത്തിട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിലേക്ക് കുത്തിയെടുക്കാം. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരണം. മുത്തിന്റെ ത്രെഡ് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഇരിക്കരുത്. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതുപോലെ തന്നെ ചരിഞ്ഞ് വേണം വരാനായിട്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നൂല് കോർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ താഴേക്കും ചെയ്തെടുക്കാം. ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റിലത്തെ മുത്തിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ലാസ്റ്റിലൊരു മുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വലിയ മുത്ത് കൊണ്ടുള്ള വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ബാക്കിൽ ഒരു കെട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വരുന്നതായിരിക്കും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ പോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകവശത്തേത് ചെറിയ ബീഡ്സ് നമുക്ക് വെച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് ചെയ്തെടുക്കാം. ഓരോന്ന് വീതം ചെയ്യേണ്ട, കാരണം ഇത് ഒരുപാട് ടൈം എടുക്കും. ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തായാലും ഇത് ഒരു 3 വീതം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂചി ഇതുപോലെ നമ്മൾ മേളിലേക്ക് പൊക്കി എടുത്തിട്ട് 3 ബീഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ നോക്കി ഇതുപോലെ ഇങ്ങനെ തെള്ളി വെച്ചിട്ട് നമുക്ക് താഴേക്ക് കുത്തിയെടുക്കാം. നേരത്തെ നമ്മൾ മേളിൽ നിന്ന് ഒരു മുത്തിൻ്റെ അപ്പുറത്തുനിന്ന് കുത്തിയെടുത്ത് ബാക്കിലേക്കല്ലേ ചെയ്ത്. ഇത് അതുപോലെ ഒന്നും ചെയ്യണ്ട. സാധാരണ കോർത്ത് ഇങ്ങനെ വരുമ്പോൾ അതുപോലെ കുത്തിയെടുത്ത് ചെയ്താൽ മതി. അതിൻ്റെ സ്പേസ് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് തൊട്ട് താഴെയും തന്നെ മേളിലേക്ക് കുത്തിയെടുക്കാം. ഈ ഒരു മുത്ത് കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് ഈ ചെറിയ മുത്തിന് കുത്തിയെടുക്കുന്നത്. നമ്മൾ വലിയ മുത്ത് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ചെറിയ മുത്ത് നമ്മൾ അങ്ങനെ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറിയിരിക്കുന്ന പോലെ തോന്നും. അടുത്ത മുത്തും ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് കുത്തിയെടുക്കാം. അടുത്തത് നമുക്ക് മുത്തിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കുത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ള് ഫില്ലായിട്ടുണ്ട്. അടുത്തത് നമുക്ക് മുത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മുത്ത് എവിടാണോ ആ മുത്തിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് നമ്മളിത് കുത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 മുത്തോ 2 മുത്തോ നിങ്ങൾക്ക് എത്രയാണ് സൗകര്യം അതനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ 3 മുത്ത വെച്ച് ചെയ്യുന്നത്, കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് വെച്ചിട്ട് തൊട്ട് താഴെ തന്നെ നമുക്ക് കുത്തിയെടുക്കാം. ഇതുപോലെ ഫുള്ള് ഫില്ലായിട്ടുണ്ട്.
ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു റിങ് പോലെ ഔട്ട് സൈഡിൽ നിന്ന് റിങ് പോലെ ആക്കി ഇങ്ങനെ ചെറുതായി അടുത്തേക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലാതിരിക്കുന്ന പോലെ തോന്നും മുത്ത്. അപ്പോൾ ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഫില്ലാക്കിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ മേളിൽ നിന്ന് ഓരോന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഫില്ല് ചെയ്ത് കഴിയുമെങ്കിൽ ഈ ഇടയ്ക്കത്തെ ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേൽവശം ഫില്ലാക്കാനായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് താഴ്വശം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ മുത്തുകൾ ചുറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് 3 മുത്തുകൂടെ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം. ഉണ്ടോ, അവിടെ ഇങ്ങനെ സ്പേസ് ഫില്ലാകുന്ന പോലെ. അതിനുശേഷം താഴേക്ക് കുത്തിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. സെക്കൻഡ് ലെയർ നമുക്ക് ചെയ്യാം. ഇതുപോലെ നീഡിൽ കുത്തിയെടുത്തു. 3 മുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറക്റ്റ് പൊസിഷനിൽ സ്പേസ് ഇല്ലാതെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് താഴേക്ക് കുത്തിയെടുക്കാം. ആ പൊസിഷൻ തന്നെ നമുക്ക് നീഡിൽ മേളിലേക്ക് പൊക്കിയെടുക്കാം. വീണ്ടും നമുക്ക് 3 മുത്തിട്ട് കൊടുക്കാം. വീണ്ടും അവിടേക്ക് തന്നെ താഴേക്ക് കുത്തിയെടുക്കാം. നമ്മൾ വലിയ മുത്തിൻ്റെ ചെയ്യുന്ന പോലെയല്ല, ചെറിയ മുത്തിനെ ഇതുപോലെ ഇങ്ങനെ കോർത്ത് ആ പൊസിഷനിൽ തന്നെ കുത്തിയെടുത്ത് മുത്തിട്ട് കൊടുത്ത് ചെയ്തെടുക്കാം. ഇതുപോലെ ഇവിടെ വരെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഫില്ലാകാനായിട്ട്. നമുക്ക് നീഡിൽ മുത്തിന് തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കാം. അതിനുശേഷം 3 മുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നീഡിൽ നമുക്ക് താഴേക്ക് എടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഭാഗത്ത് തന്നെ നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കാം. ആ സ്പേസ് ഉള്ള ഭാഗത്ത് എത്ര മുത്ത് പറ്റുമോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മുത്തിട്ടിട്ട് താഴേക്ക് കുത്തിയെടുക്കുമ്പോൾ കറക്റ്റ് ആ സ്പേസ് ഫില്ലാകുന്നതാണ്. ഇതുപോലെ ഇട്ടിട്ട് ആ കറക്റ്റ് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക. കണ്ടോ, ഇതുപോലെ ഫില്ലായത് കണ്ടോ. എന്നിട്ട് താഴേക്ക് നമുക്ക് നീഡിൽ കുത്തിയിറക്കാം. ഇതുപോലെ തന്നെയാണ് ഫുള്ള് റിങ് നമ്മൾ അകത്ത് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ എല്ലാം ഫില്ല് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ബീഡ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് മേളിൽ നിന്ന് നീഡിൽ മേളിലേക്ക് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഗോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് ബീഡ്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 3 ബീഡ്സ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിന് തൊട്ട് താഴേന്ന് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുത്തിയെടുക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത്, ലാസ്റ്റ് വരെ ഉള്ളത്. അതിനൊരു വ്യത്യാസവും ഇല്ല. ചെയ്യുന്നതെല്ലാം നമ്മൾ ഒരുപോലെ തന്നെയാണ്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് എത്തി നീഡിൽ നമ്മൾ മേളിലേക്ക് പൊക്കി എടുത്തിട്ടുണ്ട്. 3 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മളിത് കൊണ്ടുവന്ന് വെക്കുക. ഇത് താഴേക്ക് വരുന്നില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. താഴേക്ക് അത് പ്രസ്സാകുന്നതായിരിക്കും. അതിനുശേഷം താഴേക്ക് നമ്മൾ നീഡിൽ എടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മുടെ മാംഗോ ബീഡ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം 3 ബീഡ്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ 2 ബീഡാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ടൈം വേണ്ടി വരും. അപ്പോൾ ക്ഷമയോടെ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒട്ടും സ്പേസ് ഇല്ലാതെ നന്നായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വേണമെങ്കിൽ വളച്ചെടുക്കുന്ന 2-3 മുത്തും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ മോഡലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.